പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോളവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 157 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രയേലിനെ രക്ഷിക്കുവാനായി ദൈവം മോശയെ തിരഞ്ഞെടുത്തു. 2 വട്ടം സർപ്പത്തെ ദൈവം അടയാളമായി കാണിക്കുകയുണ്ടായി. സർപ്പത്തെ കൊണ്ട് മോശയെ ദൈവം പരീക്ഷിക്കുന്നത് പുറപ്പാട് 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മിസ്രൈമിലേക്ക് പോകുവാൻ സംശയിച്ച മോശയെ ധൈര്യപ്പെടുത്തുന്നത് ഇടയവടി സർപ്പവടിയായി മാറ്റിക്കൊണ്ടാണ്. മോശയുടെ കയ്യിലെ വടി നിലത്തിടുവാൻ കൽപ്പിക്കുന്നു. മോശ അങ്ങനെ ചെയ്തു. അത് ജീവനുള്ള സർപ്പമായി. സർപ്പത്തെ കണ്ട് മോശ ഭയപ്പെട്ടു, ഓടിപ്പോവുകയാണ് ചെയ്തത്. ദൈവം മോശയെ വിളിച്ച് പാമ്പിൻ്റെ വാലിൽ പിടിക്കുവാൻ പറഞ്ഞു. മോശ അങ്ങനെ ചെയ്ത് പാമ്പ് വടിയായി തീർന്നു. മോശ ഫറവോൻ്റെ മുമ്പിൽ ഈ അത്ഭുതം ആവർത്തിക്കുകയും ചെയ്തു. മരുഭൂമിയിൽ വച്ച് ജനം ദൈവത്തോട് മത്സരിച്ചു. ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവത്തോട് പിറുപിറുക്കുകയും ചെയ്ത ജനത്തെ ദൈവം അഗ്നിസർപ്പത്തെ അയച്ച് ശിക്ഷിക്കുന്നു. ദൈവം ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പത്തെ അയക്കുകയും സർപ്പം ജനത്തെ കടിക്ക് ജനം കടിയേറ്റ് മരിക്കുകയും ചെയ്തു. ജനം മോശയുടെ അടുക്കൽ വന്ന് സർപ്പത്തെ നീക്കിക്കളയുവാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പരിഹാരം കൽപ്പിച്ചു. കൽപ്പന പ്രകാരം മോശ പിതൃസർപ്പത്തെ ഉണ്ടാക്കി പാളയത്തിന് നടുകൾ ഉയർത്തി നാട്ടി. അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവർ ദൈവകൽപ്പന പ്രകാരം പിതൃസർപ്പത്തിങ്കിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. സഭ നോമ്പിൻ മധ്യേ പകുതി നോമ്പിൻ നാൾ പള്ളിയുടെ നടുവിൽ ശ്ലീവ നാട്ടുന്നത് നമ്മുടെ ആരാധനയിലെ ഒരു പ്രധാന സംഭവമാണ്. കാൽവറിയിൽ ഉയർത്തി നാട്ടപ്പെട്ട രക്ഷകൻ്റെ അനുസ്മരണമാണ് സഭ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തു മൂലം മനുഷ്യവർഗത്തിന് കൈവന്ന രക്ഷയുടെ പ്രഖ്യാപനം വരുന്ന 26-ാം തീയതി ബുധനാഴ്ച മലങ്കര സഭയുടെ എല്ലാ പള്ളികളിലും ഗോകുൽത്ത കുരിശ് നാട്ടുന്നത് രക്ഷയുടെ പ്രത്യാശയുടെ പ്രഖ്യാപനപരമായിട്ടാണ്. നമ്മുടെ കർത്താവിൻ്റെ കുരിശിലാണ് നമ്മുടെ പ്രശംസ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. 33:16. തൻ്റെ മരണത്താൽ മരണത്തെ കൊന്ന് ക്രൂശിലെ യാഗത്തെ സാത്താൻ്റെ പ്രതീകമായ സർപ്പത്തിൻ്റെ തല തകർത്ത് മരണത്തിലായിരുന്നവരെ തന്നോടുകൂടെ ഉയർപ്പിക്കുന്നു എന്നത് രഹസ്യമാണ് വെളിപ്പെടുത്തുന്നത്. നോമ്പിൻ മധ്യേ പള്ളിക്കൂടെ ശ്ലീവ നാട്ടുന്നതിൻ്റെ സന്ദേശം ഇതാകുന്നു. മോശ ഉയർത്തി നാട്ടിയതുപോലെ നമ്മുടെ കർത്താവിനെയും ഉയർത്തി നാട്ടപ്പെടുകയും ഉൽപ്പത്തിയിൽ കൽപ്പിച്ച പോലെ സ്ത്രീയുടെ സന്തതിയായ കർത്താവ് തൻ്റെ ക്രൂശ് മരണത്താൽ സൃഷ്ടിയുടെ ശത്രുവായ സാത്താൻ്റെ തല തകർക്കുകയും ചെയ്തു. അതെ, ആ സംഭവത്തിൻ്റെ അനുസ്മരണമാണ് നാം പകുതി നോമ്പിൻ നാളിൽ പള്ളിയുടെ മധ്യത്തിൽ കുരിശ് നാട്ടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാധന എന്നത് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രക്ഷണ്യ പ്രവർത്തനങ്ങളുടെ സമ്പൂർണമായ അനുസ്മരണമാണ്. തൻ്റെ ജനനം മുതൽ കർത്താവ് സഹിച്ചതും പ്രവർത്തിച്ചതും ആയ സകല കാര്യങ്ങളുടെയും അനുസ്മരണം. എൻ്റെ ഓർമ്മ, ഇൻ മൈ റിമെമ്പറൻസ് എന്നത്ര കൽപ്പന. ഫോർ മൈ റിമെമ്പറൻസ് എന്നല്ല, ക്രിസ്തുവിൻ്റെ ഓർമ്മയിൽ ആണ് തിരുസഭ, പരിശുദ്ധ സഭ ആരാധിക്കുന്നത്. ആ ആരാധനയിൽ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗ രക്ഷയ്ക്ക് വേണ്ടി ക്രൂസിന്മേൽ യാഗമായി സമർപ്പിക്കുന്ന
ആ വലിയ ശുശ്രൂഷയുടെ ഓർമ്മ ആരാധനയുടെ മുഖ്യ ഘടകമാണ്. നോമ്പിൻ നാളിൽ നാം പാതിനോമ്പിൻ്റെ വലിയ പ്രഖ്യാപനമായി ഈ കാൽവരിയിലെ യാഗത്തിൻ്റെ രക്ഷയുടെ പ്രഖ്യാപനം നടത്തുകയാണ്. ഏവർക്കും നന്ദി. തണ്ണിക്കോട്ടച്ചൻ.